വാർത്താമഴയിലേക്ക് വിശദമായി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 4 പേർക്ക് ഗുരുതര പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലും ഇടിച്ചു. റിനു ശ്രീധർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. റിനു, ഇതെങ്ങനെയാണ് അപകടമുണ്ടായത്? എന്തൊക്കെയാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്? റിനു, ിലേക്ക് ഈ കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാൽനട യാത്രക്കാരികളായിട്ടുള്ള 2 സ്ത്രീകളും അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുമാണ് പരിക്കേറ്റത്. അതിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നില 3 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ദൃക്സാക്ഷികളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ ഉടൻ തന്നെ പോലീസും ഈ ഡ്രൈവർമാർ ഉൾപ്പെടെ ഉള്ളവർ ആശുപത്രിയിലേക്ക് മാറ്റി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് മാറ്റി. സ്ത്രീകളുടെ നിലയും സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ജനറൽ ആശുപത്രി ചാക്ക ഭാഗത്ത് നിന്ന് പാളയത്തിലേക്ക് വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഷെവർലെറ്റ് കാറാണ്. KL 43B 6638 എന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണുനാഥ് എന്ന് പറയുന്ന വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഈ കാർ ഓടിച്ചിരുന്നത്. അയാളെ പോലീസ് സ്പോട്ടിൽ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ദൃക്സാക്ഷികൾ അടക്കം ഈ സംഭവ സ്ഥലത്തുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? ഒരു അരമണിക്കൂറായത്. എന്താ സംഭവിച്ചെന്താ? ആ കാർ ഓടി വന്ന് ഇവിടെ ഓട്ടോ വരാനുള്ള ആളെ ഇടിച്ച് അവരുടെ നില ഇപ്പൊ എങ്ങനെയാണ്, എന്താണ് അറിയാൻ കഴിയുന്നത്? 2 പേരും ഗുരുതരമാണ്. അത് ഓട്ടോ ഡ്രൈവർമാരാണ്. 2 പേരും ഗുരുതരം. വന്ന ആ ഗുരുതരം. അവിടെ റിനു ശ്രീധറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ് ഈ സംഭവമുണ്ടായത്. കാർ നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 4 പേർക്ക് പരിക്കേറ്റു. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് അവിടെ നിന്ന ആളുകൾ പറയുന്നു. നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട് ഓട്ടോറിക്ഷയിലേക്കും ഇടിക്കുകയായിരുന്നു. റിനു ശ്രീധർ വീണ്ടും ചേരുന്നു. റിനു, എന്താണ് അവിടെയുള്ള ആളുകൾ നൽകുന്ന മറ്റു വിവരങ്ങൾ? റിനു, അതായത് 3 ഓട്ടോ ഡ്രൈവർമാർക്കാണ് പരിക്കേറ്റതായി ഇവർ പറയുന്നത്. ഉന്മേഷ്, ഇതിൽ 2 പേരുടെയും നില അതീവ ഗുരുതരമാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഒപ്പം ഈ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ മെഡിക്കൽ പരിശോധനയ്ക്ക് അയാളെ വിധേയമാക്കി എന്നുള്ളതാണ് നമുക്ക് കണ്ടോൺമെന്റ് CIയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഓട്ടോ ഡ്രൈവർമാരുടെ നില അവർ പറയുന്നു അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് കമ്പിവേലി, അതായത് കമ്പി വെച്ചുള്ള ഒരു ഡിവൈഡർ ആയിരുന്നു. ഇതിനകത്താണ് ഈ ഓട്ടോ സ്റ്റാൻഡും അതുപോലെ തന്നെ ഈ കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഈ ഡിവൈഡർ പൂർണ്ണമായും ഇടിച്ചു തകർത്താണ് ഈ ഷെവർലെറ്റ് ബീറ്റ് കാർ ഇവിടേക്ക് വന്നത്. വലിയ വേഗതയിലായിരുന്നു. ഇവിടെ ഒരു സിഗ്നൽ സംവിധാനം കൂടി ഉള്ള സ്ഥലമാണ്. ആ സിഗ്നൽ സംവിധാനം ഉണ്ടായിരുന്നു, പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഈ വാഹനം അമിത വേഗതയിലേക്ക് ഇവിടെ പാഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് ഈ കമ്പിവേലിയെല്ലാം ഇടിച്ചു തകർത്തുകൊണ്ടാണ് ഈ ഷെവർലെറ്റ് കാർ ഈ ഫുട്പാത്തിലേക്ക് കയറുന്ന ഒരു സാഹചര്യം. ഫുട്പാത്തിന് ഇപ്പുറത്താണ്, അകത്തുവശത്താണ് ഈ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോയ്ക്ക് സമീപം ഓട്ടോയിൽ കയറാൻ വന്ന സ്ത്രീകളെയും ഈ ഡ്രൈവർമാരെയുമാണ് ഇടിച്ച് ഈ കാർ തെറിപ്പിച്ചത് എന്നുള്ളതാണ്. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെയും നില അതീവ ഗുരുതരം എന്നുള്ളതാണ്. വിഷ്ണുനാഥ് എന്ന് പറയുന്ന വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഈ കാർ ഓടിച്ചിരുന്നത്. ഇയാളെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു ഓട്ടോ ഡ്രൈവറെ ജനറൽ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് വലിയ ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മറ്റ് 2 പേരുടെയും നില അതീവ ഗുരുതരമാണ് എന്നുള്ളത്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഏകദേശം 15 മിനിറ്റ് മാത്രം 20 മിനിറ്റ് മാത്രമാണ് ഈ ഒരു അപകടം നടന്നിട്ട് ആകുന്നത്. അതിനിടയിൽ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും കണ്ടോൺമെന്റ് പോലീസും സ്ഥലത്തെത്തി സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഉന്മേഷ, ശരി. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിക്ക് മുൻപിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഫുട്പാത്തിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. 4 പേർക്ക് പരിക്കേറ്റു. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. വോട്ട് മോഷണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. വോട്ടർ പട്ടിക ക്രമക്കേട് അന്വേഷിക്കാൻ നിയമവകുപ്പിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞോ?
ഉന്മേഷ്, രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിൽ ഇപ്പോൾ കർണാടക സർക്കാർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇന്നലെ തന്നെ നിയമവകുപ്പിനോട് ഇത് സംബന്ധിച്ചുള്ള നിയമങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാനും അതിൻ്റെ നിയമസാധുത പരിശോധിക്കാനുമൊക്കെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ തന്നെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അതിൻ്റെ അർത്ഥത്തിൽ ഇന്നലെ കൃത്യമായിട്ടുള്ളൊരു യോഗം ചേരുകയും അവർ ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഇക്കാര്യത്തിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമവകുപ്പിനോട് ആലോചിച്ച് അവർ കൃത്യമായി ഒരു അന്വേഷണം നടത്തണം എന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിൽ തന്നെ സമയബന്ധിതമായ അന്വേഷണം നടത്തണമെന്ന് കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു. 6 തരത്തിൽ വോട്ട് മോഷണം നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നത്. അദ്ദേഹം ചില തെളിവുകൾ സഹിതം കാട്ടിയാണ് ഇക്കാര്യം ആരോപിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെയും അടിസ്ഥാനത്തിൽ ഈ 6 തരത്തിൽ ഏതൊക്കെ രീതിയിലാണ് വോട്ട് മോഷണം നടന്നത് എന്നത് വ്യക്തമായി പഠിക്കണം, സമയബന്ധിതമായ റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ സിദ്ധരാമയ്യ നിയമവകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെയും ഈ അഡ്രസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെയും പ്രത്യേകമായി തന്നെ നടത്തണം എന്നുകൂടി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഒറ്റമുറി വീട്ടിൽ 80 പേർ ഒക്കെ വോട്ടർ പട്ടികയിൽ എങ്ങനെ ഇടം പിടിച്ചു എന്നുള്ളത് വ്യക്തമാക്കണം, അതിൽ അന്വേഷണം വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഈ രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ പ്രധാനമായും ബംഗളൂരു സെൻട്രൽ മണ്ഡലവും അതിലെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ നിയോജക മണ്ഡലവുമാണ് എടുത്തു പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. അദ്ദേഹം അതിൻ്റെ ഡേറ്റകളൊക്കെയാണ് കാട്ടിയിരുന്നതും. അപ്പോൾ ആ ഡാറ്റ പ്രകാരം രാഹുൽ ഗാന്ധി 1,250,000 വോട്ടുകൾ ഇത്തരത്തിൽ വ്യാജമായി ചേർത്തിട്ടുണ്ട്. അത് മോഷ്ടിച്ച് BJP എടുത്തു എന്നുള്ളതൊക്കെയും ആണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. അപ്പോൾ ആ മണ്ഡലത്തിലെ തന്നെ പരിശോധനയാണ് നിലവിൽ കർണാടക സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ ആരോപണം ഉന്നയിച്ചു, പിന്നാലെ കർണാടകയിലെത്തിയ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന വേദിയിൽ വെച്ച് ഉപമുഖ്യമന്ത്രി ഒക്കെ ഇരിക്കുമ്പോഴാണ് ഇതിൽ സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അതിന് പിന്നാലെയാണ് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കർണാടകയിലുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിന് ഏതെങ്കിലും തരത്തിൽ മറുപടി നൽകുമോ എന്നുള്ളതും കൗതുകകരമാണ്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റയീസാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ശ്രമമുണ്ടായെന്ന വെളിപ്പെടുത്തലുമായി NCP നേതാവ് ശരത് പവാർ പ്രതിപക്ഷത്തിന് 160 സീറ്റ് വാഗ്ദാനം ചെയ്ത് 2 പേർ സമീപിച്ചെന്നും താനും രാഹുൽ ഗാന്ധിയും അത് നിരസിച്ചു എന്നുമാണ് വെളിപ്പെടുത്തൽ. ഇത്രയും നാൾ എന്തുകൊണ്ട് ഇക്കാര്യം മറച്ചുവെച്ചു എന്ന ചോദ്യമാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉയർത്തിയത്. അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ശരത് പവാർ നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 2 പേർ തന്നെ ഡൽഹിയിലെത്തി കണ്ടു. 145 സീറ്റാണ് മഹാരാഷ്ട്രയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 140 സീറ്റ് നേടിത്തരാം എന്നാണ് വന്നുകണ്ട 2 പേരുടെ വാഗ്ദാനം. ഇക്കാര്യം രാഹുൽ ഗാന്ധിയെയും അറിയിച്ചു. 2 പേരെയും രാഹുൽ ഗാന്ധിക്ക് മുന്നിലുമെത്തിച്ചു. എന്നാൽ ഈ വാഗ്ദാനം രാഹുൽ ഗാന്ധിയും താനും ഒരുമിച്ച് നിരസിച്ചെന്നാണ് പവാറിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ പവാർ എന്തുകൊണ്ട് ഇത്രയും കാലം ഇക്കാര്യം മറച്ചുവെച്ചു എന്ന ചോദ്യമാണ് BJP ഉയർത്തുന്നത്. നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് അതിന് മുതിർന്നില്ലെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ചോദിച്ചു. വോട്ടർ പട്ടികയിൽ വെട്ടിനിരത്തൽ നടന്നെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു അഭിമുഖം പ്രതിപക്ഷ നേതാവ് വിജയ് വഡേറ്റിവാറും ഇന്ന് പങ്കുവച്ചു. വോട്ടുകൊള്ള ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ തലപ്പൊക്കമുള്ള നേതാക്കളിൽ ഒരാളായ ശരത് പവാർ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തുന്നത്. BJPയുടെ മറു ചോദ്യങ്ങൾക്ക് ശരത് പവാറിന്റെ മറുപടിയാണ് ഇനി അറിയേണ്ടത്. ഒഡീഷയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. സംസ്ഥാനത്ത് ഓൺലൈനായി മദ്യവിൽപ്പനയ്ക്കൊരുങ്ങി ബെവ്കോ. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് സജ്ജമെന്ന് ബെവ്കോ MD സർക്കാരിന് കത്ത് നൽകി. ശുപാർശ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഓൺലൈൻ മദ്യവിൽപ്പന സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും എക്സൈസ് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യുന്നവർക്ക് മദ്യം വീട്ടിലെത്തിച്ചു നൽകും. ഇതിനായി ഓൺലൈൻ ആപ്പിന്റെ നിർമ്മാണമടക്കം ബെവ്കോ പൂർത്തിയാക്കി. ഓൺലൈൻ ഭക്ഷ്യവിതരണ കമ്പനിയായ സ്വിഗ്ഗി പദ്ധതിയോട് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യം വാങ്ങുന്നയാൾക്ക് 23 വയസ്സ് കഴിഞ്ഞിരിക്കണം. വിതരണത്തിന് മുമ്പ് പ്രായം തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം. ഒരു തവണ 3 ലിറ്റർ മദ്യം ബുക്ക് ചെയ്യാം. കരിഞ്ചന്ത വിൽപ്പന ഒഴിവാക്കാൻ മദ്യം വാങ്ങുന്നതിന് പരിധിയുണ്ടാകും. ഇങ്ങനെ ഓൺലൈൻ മദ്യവിതരണം നടപ്പാക്കാമെന്നാണ് ബെവ്കോ കരുതുന്നത്. സർക്കാർ അനുമതി നൽകിയാൽ ഉടൻ ഓൺലൈൻ ഡെലിവറി നടത്താനാകുമെന്ന് ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി 24നോട്. ഞങ്ങളിപ്പോ ഒരു പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അംഗീകരിച്ചാൽ ടെൻഡറിലേക്ക് പോയിട്ട് ലോവസ്റ്റ് കോട്ട് ചെയ്യുന്ന ഡെലിവറി പാർട്ട്ണറെ ഞങ്ങൾ ചൂസ് ചെയ്യും. ആ വ്യക്തി 23 വയസ്സ് ക്രോസ് ആയാൽ മാത്രമേ ഡെലിവർ ചെയ്തിട്ട് തിരിച്ചു വരും. ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ആപ്പ് ഇപ്പോ ബുക്കിംഗ് ആപ്പായിട്ട് മാറും. ബുക്ക് ചെയ്തിട്ട് പിക്കപ്പ് കസ്റ്റമർ തന്നെ ചെയ്യേണ്ടി വരും. എന്നാൽ എടുത്തുചാടിയുള്ള തീരുമാനമില്ലെന്ന് മന്ത്രി MP രാജേഷ്. 3 വർഷം മുൻപും സർക്കാരിനോട് ബെവ്കോ അനുമതി തേടിയിരുന്നു. എന്നാൽ അന്ന് സർക്കാർ അനുമതി നൽകിയിരുന്നില്ല.
കഴിഞ്ഞ സാമ്പത്തിക വർഷം 9,700 കോടി രൂപയായിരുന്നു മദ്യവിൽപ്പനയിലൂടെയുള്ള സർക്കാർ വരുമാനം. ഓൺലൈൻ ഡെലിവറി കൂടി ആരംഭിച്ചാൽ 2,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് ബെവ്കോയുടെ കണക്കുകൂട്ടൽ. ഭാവിയിൽ സർക്കാർ അനുമതി നൽകിയാൽ ഓൺലൈൻ ഡെലിവറി ചെയ്യാൻ പൂർണ്ണ സജ്ജമാണ് ബെവ്കോ. തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിപാൽ, 24. ഓൺലൈൻ മദ്യവിതരണത്തിനുള്ള തീരുമാനത്തിൽ നിന്ന് ബെവ്കോ പിന്മാറണമെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മദ്യവ്യാപനം തടയാനാണ് സർക്കാർ മുൻകൈയെടുക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. 24-ന്റെ ജ്യോതിർഗമയ ലഹരിവിരുദ്ധ പരിപാടിയിലായിരുന്നു പ്രതികരണം. ഈ ഭക്ഷണം ഓൺലൈനിൽ കൊടുത്താൽ മനസ്സിലാവും എന്തിനാണ് ഈ മദ്യം ഓൺലൈനിൽ കൊടുക്കുന്നത്. സർക്കാർ അതിന് മുൻകൈ എടുക്കുന്നത് ഇതൊക്കെ തെറ്റാണ്. ആളുകൾ ഓൺലൈനിലൂടെ പറഞ്ഞ് മദ്യം വാങ്ങിച്ച് കുടിക്കുന്ന കാര്യത്തിന് പകരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? തെറ്റാണ്. മദ്യത്തിൻ്റെ ഈ വ്യാപനം അവസാനിപ്പിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം. ബെവ്കോ ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ബെവ്കോ നീക്കത്തിനെതിരെ കേരള കത്തോലിക്ക മെത്രാൻ സമിതി KCBCയും രംഗത്തെത്തി. നടപടി മദ്യത്തിനും ലഹരിക്കുമെതിരായ ബോധവൽക്കരണ പരിപാടിക്ക് തുരങ്കം വെക്കുന്നതാണെന്നാണ് വിമർശനം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡോർ ടു ഡോർ ബോധവൽക്കരണ പരിപാടിയുമായി KCBC മദ്യപരിസര സമിതി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അതിനെ തുരങ്കം വെക്കാൻ വേണ്ടി സർക്കാർ മദ്യം വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള നീക്കവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മദ്യം ഏതു വിധേനയും വീടുകളെത്തിച്ച് നമ്മുടെ സാധാരണ ജനത്തെ ചൂഷണം ചെയ്ത് അമ്മ പെങ്ങന്മാരുടെ കണ്ണീരിൻ്റെ പണത്തെ കൈക്കലാക്കി മുന്നോട്ട് നീങ്ങാനാണ് നീക്കമെങ്കിൽ അതിന് ശക്തമായി തടയിടും, യാതൊരു സംശയവും വേണ്ട. ഒന്ന് പറയുകയും മറ്റൊന്ന് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ നയം തിരുത്തപ്പെടണം, യാതൊരു സംശയവും വേണ്ട. UAE-യിലെ ഷാർജയിൽ കൊല്ലം ചവറ തെക്കും ഭാഗം സ്വദേശി അതുല്യ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് സതീഷ് പിടിയിലായി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്ത സതീഷിനെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കൈമാറി. കൊല്ലം ജില്ലാ കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് സതീഷ് നാട്ടിലെത്തിയത്. ഇന്ന് പുലർച്ചെ ഷാർജയിൽ നിന്നെത്തിയ സതീഷിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച് വലിയതുറ പോലീസിന് കൈമാറുകയായിരുന്നു. പിന്നാലെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് സതീഷിനെ കൈമാറി. അന്വേഷണത്തോട് സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് സതീഷിന്റെ കൂസലില്ലാത്ത മറുപടി ഇങ്ങനെ: അതിനല്ലേ വന്നത്. വെള്ളിയാഴ്ച ഇയാൾക്ക് കൊല്ലം ജില്ലാ കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൊലപാതകമാണെന്നതിന് നിലവിൽ തെളിവുകളില്ലെന്ന് ഇടക്കാല ജാമ്യ ഉത്തരവിൽ കോടതി നിരീക്ഷിച്ചു. വ്യവസ്ഥകളോടെയാണ് ജാമ്യം. ബൈറ്റ് അഡ്വക്കേറ്റ് മുനീർ ഷംസുദ്ദീൻ, അഭിഭാഷകൻ. നിലവിൽ ബഹുമാനപ്പെട്ട കൊല്ലം പ്രിൻസിപ്പൽ ജില്ലാ കോടതി സതീഷിനെ താൽക്കാലികമായി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ആ ജാമ്യം അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സതീഷ് ഇന്ന് നാട്ടിലേക്ക് വരുന്നത്. അതിനുശേഷം അതിൻ്റെ പ്രൊസീജിയർ 2 ലക്ഷം രൂപ വരുന്ന 2 ജാമ്യക്കാരെ ഹാജരാക്കി ജാമ്യത്തിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജാമ്യത്തിൽ വിടണമെന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ കോടതി പറഞ്ഞിട്ടുള്ളത്. മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമെന്ന് അതുല്യയുടെ കുടുംബം. കുറ്റവാളിയായ ഇവനെ മദ്യത്തിനടിമയായി ഇവന് ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അത് നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകളാണ്. ഇങ്ങനെയുള്ള കുറ്റവാളികളെ രക്ഷപ്പെടാനാണ്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇയാളെ വിട്ടയക്കും. സതീഷിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് നിയമ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയുടെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടികൾ തുടരുകയാണ്. 2ാം വാരത്തിലെ പരിപാടികൾ വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. മയക്കുമരുന്നിന് എതിരെയുള്ള 24-ന്റെ പോരാട്ടത്തിന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആശംസകൾ നേർന്നു. വിദ്യാർത്ഥികളെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് 1 വർഷം നീളുന്ന പ്രചാരണ പരിപാടിയുടെ ലക്ഷ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജ്യോതിർഗമയ ആരംഭിക്കുന്നു. ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ SKN40യുടെ 2ാം ഘട്ടമാണ്. ലഹരിക്കെതിരെ നമ്മൾ തുടങ്ങി വെച്ച പോരാട്ടം തുടരുകയാണ്. സ്കൂളുകളിലും കോളേജുകളിലും വിപുലമായ ബോധവത്കരണ പരിപാടികളാണ് SKN40 2ാം ഘട്ടം ജ്യോതിർഗമയയിൽ 24 സംഘടിപ്പിക്കുന്നത്. 24-നെ അഭിനന്ദിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിങ്ങളൊരു ക്രൂസൈഡ് എന്ന നിലയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായും കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്ക് പുതിയ അവബോധമുണ്ടാകും. അതിന് നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ആശംസ നേർന്നു.
ചലച്ചിത്ര താരം ടിനി ടോം തത്സമയം അതിഥിയായി എത്തി. ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. കാരണം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലേക്ക് യഥാർത്ഥ ചിത്രം, അതായത് ഈ മദ്യവും മയക്കുമരുന്നും വരുത്തി വയ്ക്കുന്ന വിനയുടെ ചിത്രം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രാമുഖ്യമേറുന്നൊരു കാര്യത്തിലേക്കാണ് 24 ന്യൂസ് ഇറങ്ങിയിരിക്കുന്നത്. ജില്ലകളിൽ നടന്ന മയക്കുമരുന്ന് മഹാവിപത്ത് പരിപാടിയിൽ ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നവർ ഭാഗമായി. ലഹരിയിൽ നിന്ന് മുക്തി നേടിയവരും ലഹരി വിമുക്ത കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവരും അനുഭവങ്ങൾ പങ്കുവച്ചു. എല്ലാ ആഴ്ചകളിലും കുട്ടികളെ കൊണ്ട് എടുപ്പിക്കുകയും ആ കുട്ടികളിൽ നിന്ന് തുടർച്ചയായിട്ടൊരു അവരൊരു ടച്ച് വേണം നമുക്ക്. ആറന്മുളയിലെ തെക്കേമുറി പള്ളിയോടത്തിന്റെ ലഹരി വിരുദ്ധ വഞ്ചിപ്പാട്ട് ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ഡെസ്ക് 24. മലപ്പുറം കൊണ്ടോട്ടിയിൽ സ്വകാര്യ ബസ്സിന് തീപിടിച്ചതിൽ ദുരൂഹത ആരോപിച്ച് ബസ് ഉടമ യൂനുസ് അലി ബസ് കത്തിക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളുടെ ഭീഷണിയുണ്ടായിരുന്നു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും യൂനുസ് അലി ആവശ്യപ്പെട്ടു. കുറച്ച് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വളരെ കൊലവിളിയും തെറിയും അഭിഷേകവും, അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കുറച്ച് വ്യക്തികളും എൻ്റെ ഈ പ്രസ്ഥാനത്തിന് നശിപ്പിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടെ വണ്ടികൾ കത്തിക്കും അങ്ങനത്തെ രീതിയിലുള്ള മെസ്സേജുകളും ഫോൺ കോളുകളും നിരന്തരമായി ഒരു ആഴ്ചൻ്റെ മുകളിലായിട്ട് തന്നെ വേട്ടയാടാണ്. മണ്ണാർക്കാട്ടിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ ഒരു നേതാവ് അദ്ദേഹം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന്, സന ബസ്സിലെ യാത്ര ഒഴിവാക്കുക, അതൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ ഒരു മുന്നറിയിപ്പ്. അദ്ദേഹം തന്നെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ട്, മുമ്പ് പ്രതീക്ഷ പോലെ നടന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണെന്നാണ് എനിക്ക് ഇത് തോന്നിയത്. ആയതുകൊണ്ട് ഇതിനെതിരെ ഒരു സമഗ്ര അന്വേഷണം വേണം. സമീർ ബിൻ കരീം ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ബസ്സിന് തീപിടിച്ചത്? മറ്റൊന്ന്, ഈ ബസ് ഉടമ ആരെ ലക്ഷ്യമിട്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? സമീർ, ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സന എന്ന് പറയുന്ന ബസ് ഓടിക്കൊണ്ടിരിക്കെ തീപിടിക്കുന്ന ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബസ് ഉടമ യൂനുസ് അലി ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ബസ്സിനെതിരെ നേരത്തെ തന്നെ ഭീഷണിയുണ്ട്, ബസ് കത്തിക്കുമെന്ന് ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ബസ്സിന് തീപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ ദുരൂഹതയുണ്ട്, അന്വേഷണം വേണമെന്നുള്ളതാണ്. പക്ഷേ ഈ ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കെ ബസ് എങ്ങനെ മറ്റൊരാൾക്ക് കത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു സ്വാഭാവിക സംശയം ഉയരുന്നുണ്ട്. എന്തായാലും സമഗ്ര അന്വേഷണം വിഷയത്തിൽ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് പറയുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് എന്നുള്ളതാണ്. എങ്കിലും വിശദമായ അന്വേഷണം നടക്കുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഫോറൻസിക് അടക്കം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ സന എന്ന് പറയുന്ന ബസ്സിനെതിരെ നേരത്തെ ചില പരാതികളൊക്കെ തന്നെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കും വിധത്തിലാണ് ബസ്സിന്റെ അമിത വേഗതയും ഡ്രൈവിംഗും എന്നൊക്കെ തന്നെയുള്ള പരാതികളും ആരോപണങ്ങളൊക്കെ തന്നെ പതിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭീഷണി എന്നുള്ളത് അത്തരത്തിലുള്ള എന്തെങ്കിലും സ്വാഭാവികമായ പ്രതിഷേധമാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഏതായാലും ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ് തീ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും തീടാനുള്ള സാധ്യത എങ്ങനെയെന്നുള്ള ഒരു സംശയവും സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഉന്മേഷ്, ശരി. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും തകർന്ന ധരാലിയിലെ നേർക്കാഴ്ചകളിലേക്കാണ് ഇനി. 30 കിലോമീറ്റർ നീണ്ട സാഹസിക യാത്രയ്ക്കൊടുവിലാണ് 24 സംഘം ധരാലിയിലെത്തിയത്. ബൽറാം നെടുങ്ങാടിയും ജോഗേഷ് സിംഗും പിന്നിട്ട വഴികൾ ഏറെ കഠിനമായിരുന്നു. ആ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമാണ് ഇനി. ഈ മാസം 5-നുണ്ടായ മിന്നൽ പ്രളയം ധരാലിയെ തുടച്ചെടുക്കുക മാത്രമല്ല, സഹായം പോലും എത്തിക്കാനാകാത്ത വിധം പുറം ലോകവുമായി ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ധരാലിയിൽ നിന്നും ജീവൻ മുറുകെ പിടിച്ച് തിരികെ ഓടിയെത്തിയ ജനങ്ങൾ അവർ മടങ്ങിപ്പോയ വഴി, അതുവഴിയാണ് 24 സംഘം യാത്ര ആരംഭിക്കുന്നത്. കുത്തിയൊലിക്കുന്ന നദിക്കു കുറുകെ 3 മരത്തടികൾ അടുക്കി വെച്ച് അതിലൂടെയാണ് ജീവൻ കൂട്ടിപ്പിടിച്ച് അവർ തിരികെ കരകയറിയത്. ഗംഗാഗ്നിയിൽ നിന്ന് 3 കിലോമീറ്റർ നടന്നാണ് തകർന്ന ലിംജാഗഡ് പാലത്തിലേക്ക് എത്തിയത്. അവിടെ നിന്ന് 1/2 കിലോമീറ്റർ ചെങ്കുത്തായ മലയിറക്കം. വഴുക്കൽ നിറഞ്ഞ ഉരുളൻ കല്ലുകളിലൂടെ ഊർന്നിറങ്ങിയാൽ കുത്തിയൊലിക്കുന്ന പുഴ.
ചെങ്കുത്തായ മലമുകളിലെ നാഗാദേവതാ മന്ദിർ വഴി തകർന്ന പാലത്തിനപ്പുറം റോഡിലേക്ക് 7 കിലോമീറ്റർ കാൽനടയാത്ര. പാതയിൽ താഴേക്ക് പതിക്കുന്ന കല്ലുകൾ, പാടെ ഇല്ലാതായ റോഡുകൾ. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാലും ഒട്ടേറെ വെല്ലുവിളികളാണ് മുന്നിലുള്ളത്. അതിലേറ്റവും പ്രധാനം ഈ ഒരു റോഡ് തകർന്നതാണ്. റോഡിന്റെ ഒരാൾക്ക് നടക്കാൻ കഷ്ടി ഒരടി വെച്ച് നടക്കാനുള്ള ഇടം ഒഴികെ ബാക്കി മുഴുവനായും കുത്തിയൊലിക്കുന്ന നദി കൊണ്ടുപോയിരിക്കുന്നു. ഹർഷിലിൽ നിന്ന് 5 കിലോമീറ്റർ കുന്ന് കയറി ഇറങ്ങിയാൽ ദുരന്തഭൂമിയായ ധരാലി. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയം കടന്ന ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ മണ്ണും ചളിയും ഉരുളൻ കല്ലുകളും വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു, മനുഷ്യർ ജീവിച്ചിരുന്നു. അവരുടെ യാതൊരു അവശേഷിപ്പുകളും ബാക്കി നിൽക്കുന്നില്ല. ദുരന്തഭൂമിയിൽ രക്ഷാദൗത്യം തുടരുകയാണ് NDRF ഉൾപ്പെടെ വിവിധ സംഘങ്ങൾ. ഗംഗോത്രിയിൽ നിന്ന് റോഡ് നിർമ്മിക്കാനുള്ള തീവ്ര ശ്രമവും പുരോഗമിക്കുകയാണ്. ധരാലിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. നേരത്തെ തിരുവനന്തപുരത്തുണ്ടായ വാഹന അപകടവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. വാഹനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ RTO പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ഫുട്പാത്തിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ഡ്രൈവറുടെ പരിചയക്കുറവാണോ ഈ അപകടത്തിന്റെ കാരണം എന്ന് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാകാം അപകട കാരണം എന്നുള്ള സംശയമുണ്ട്. ഡ്രൈവിംഗ് പഠിപ്പിച്ചതാണോ എന്നുള്ള സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട്. റിനു ശ്രീധരാണ് ആ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടി. ഉത്തരമേഖല ജയിൽ DIGയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തത്. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 5-6 ബ്ലോക്കുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ചാർജറും ഇയർഫോണുമാണ് പിടികൂടിയത്. ന്യൂ ബ്ലോക്കിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഫോണും പിടികൂടി. 5-ാം ബ്ലോക്ക് പരിസരത്തെ കുളിമുറിയിലെ വെന്റിലേറ്ററിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോണും ചാർജറും. 6-ാം ബ്ലോക്ക് പരിസരത്തെ കല്ലിനടിയിൽ നിന്നാണ് മൊബൈൽ ഫോണും ഹെഡ്സെറ്റും കണ്ടെത്തിയത്. ന്യൂ ബ്ലോക്കിലെ ടാങ്കിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മറ്റൊരു കീപാഡ് ഫോൺ ഉണ്ടായിരുന്നത്. വെള്ളിയാഴ്ച ഉത്തരമേഖല ജയിൽ DIGയുടെ നേതൃത്വത്തിൽ ജയിലിൽ ചേർന്ന യോഗത്തിന് ശേഷമായിരുന്നു പരിശോധന. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം ജയിലിലെ പ്രതിദിന പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. എന്നാൽ ജയിലുകളിൽ എങ്ങനെ മൊബൈൽ ഫോണുകൾ എത്തുന്നുവെന്നതിൽ പോലീസിനോ ജയിൽ വകുപ്പിനോ ഇപ്പോഴും വ്യക്തതയില്ല. ഇത് കണ്ടെത്താൻ വിശദമായ അന്വേഷണം ആവശ്യമാണ്. 24 കണ്ണൂർ. കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ 16 സഹതടവുകാരെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. പലരും ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ല എന്നാണ് വിവരം. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ നാളെ അന്വേഷണ സംഘം യോഗം ചേരും. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിലെ അവിശ്വസനീയത ഇപ്പോഴും തുടരുകയാണ്. ജയിലിനകത്ത് ഗോവിന്ദചാമിക്ക് ആരുടെയൊക്കെ സഹായം കിട്ടിയെന്ന ചോദ്യവും ബാക്കിയാണ്. 16 തടവുപുള്ളികൾ ഉൾപ്പെടെ ജയിലിനകത്തെ 20 പേരെ ചോദ്യം ചെയ്തെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രാത്രി വൈകിയും ഗോവിന്ദചാമി ഉറങ്ങാതെ പലതും ചെയ്യാറുണ്ടെന്നാണ് സഹതടവുകാരൻ തേനി സുരേഷിന്റെ മൊഴി. ജയിലിൽ അഴിരാകാറുണ്ടെന്നും തേനി സുരേഷ് മൊഴി നൽകിയിട്ടുണ്ട്. ജയിൽ ചാട്ട സമയത്ത് ഡ്യൂട്ടി പോയിന്റിൽ സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല. രാത്രി ഡ്യൂട്ടിയിൽ പല സമയത്തും സ്റ്റാഫ് ഉണ്ടാവാറില്ല എന്നും മൊഴി ലഭിച്ചിട്ടുണ്ട്. 4 തടവുകാർക്ക് ജയിൽ ചാട്ടത്തെപ്പറ്റി നേരത്തെ അറിയാമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 10-ലേറെ തടവുകാർ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലെന്നും വിവരമുണ്ട്. അതേസമയം നാളെ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേരും. വിയ്യൂർ ജയിലിൽ കഴിയുന്ന ഗോവിന്ദചാമിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് യോഗം. യോഗത്തിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തും. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം കനത്ത സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. 24 കോഴിക്കോട്. ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കില്ല എന്ന നിലപാടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അർഹരായ ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്ന് സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കമ്മീഷൻ വ്യക്തമാക്കി. അതിനിടെ ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹയ്ക്കെതിരെ ഇരട്ട വോട്ട് ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കില്ല എന്ന നിലപാടാണ് സത്യവാങ്മൂലത്തിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചത്. ഉൾപ്പെടാത്തവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നിയമപരമായി ബാധ്യത ഇല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പട്ടികയിൽ ഉൾപ്പെടാത്തതിന് കാരണം ബോധിപ്പിക്കാനും ബാധ്യതയില്ല. അർഹരായ ആരെയും ഒഴിവാക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. എല്ലാവർക്കും നോട്ടീസ് നൽകി അവരുടെ അഭിപ്രായം കേൾക്കും. തെറ്റായ ഒഴിവാക്കൽ തടയണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷത്തോളം പേരെ ഒഴിവാക്കിയെന്ന ആരോപണങ്ങളിൽ കൂടി മറുപടി നൽകുകയായിരുന്നു കമ്മീഷൻ. വരുന്ന ചൊവ്വാഴ്ച ബീഹാർ SIRനെതിരെ നൽകിയ ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്.
അതിനിടെ ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കരട് വോട്ടർ പട്ടികയിൽ ഉപമുഖ്യമന്ത്രിക്ക് ഇരട്ട വോട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നുവെന്ന ആരോപണം കടിപ്പിച്ച് UDF-ഉം LDF-ഉം വ്യാജ വോട്ടേഴ്സിനെ കണ്ടെത്താൻ വ്യാപക പരിശോധനയ്ക്കായാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. 30,000-ലധികം വോട്ടുകൾ തൃശൂരിൽ ചേർത്തു എന്നാണ് CPIM പ്രതികരണം. അതേസമയം തൃശൂർ ലോക്സഭാംഗം കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് KSU പോലീസിൽ പരാതി നൽകി. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി തെളിവുകളുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ UDF-ഉം LDF-ഉം ആരോപണം ഉന്നയിക്കുന്നത്. തൃശൂരിലുണ്ടായത് ഗൗരവമേറിയ സംഭവമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇത് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അവിടെ സുരേഷ് ഗോപി ജയിച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഫലപ്രദമായി പരിശോധിക്കുകയാണ്. തൃശൂരിൽ വ്യാജ മേൽവിലാസം നൽകി വോട്ടേഴ്സിനെ ചേർത്തെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി. 30,000-ലധികം വോട്ടുകൾ കൃത്രിമമായി ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ തൊട്ടുകിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു. തൃശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു. അതേസമയം സ്ഥലം MPയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് KSU തൃശൂർ ജില്ലാ ഘടകം പോലീസിൽ പരാതി നൽകി. പരാതിക്ക് പിന്നാലെ സുരേഷ് ഗോപിയുടെ തൃശൂർ ചേറൂർ ഓഫീസിന് പോലീസ് സുരക്ഷ കൂട്ടി. 24 തിരുവനന്തപുരം. ഒഡീഷയിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിൽ വിചിത്രവാദവുമായി അക്രമി സംഘത്തെ നയിച്ച ജ്യോതിർമയി നന്ദ പ്രാർത്ഥനയല്ല മതപരിവർത്തനമാണ് നടന്നത്. അതിനുള്ള തെളിവാണ് വൈദികരുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയ ബൈബിളെന്നും ജ്യോതിർമയി നന്ദ 24നോട് പറഞ്ഞു. ഗംഗാധർ ഗ്രാമത്തിലെ ഒരു വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങവെയാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്നതിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ജ്യോതിർമയി നന്ദ ഉറച്ചു നിൽക്കുകയാണ്. हमारे पास पंचायत जो बेलोरा पंचायत में एक गांव गंगाधरपुर उसी गांव में धर्म परिवर्तन. ആരോപണത്തിന് തെളിവെന്തെന്ന ചോദ്യത്തിന് കയ്യിലുണ്ടായിരുന്ന ബൈബിളാണ് തെളിവെന്നായിരുന്നു വിചിത്ര മറുപടി. फिर हम लोग पूछा प्रार्थना क्यों कर लेके दिए, आपका बैग में क्या है, ना बाइबल है. സംഭവ സ്ഥലത്ത് നിന്ന് 300 മീറ്റർ മാറി കട നടത്തുകയാണ് ജ്യോതിർമയി നന്ദ. ശ്രീരാമസേനയുടെ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ ബജ്രംഗ് ദളിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷേ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് താൻ സനാതന മത സംരക്ഷകനാണെന്നായിരുന്നു മറുപടി. വൈദികരെ ആക്രമിച്ച അക്രമി സംഘത്തിന്റെ വാദങ്ങൾ തുടക്കത്തിലെ വിചിത്രമാണ്. ബൈബിൾ കയ്യിൽ വെച്ചതുകൊണ്ട് മാത്രം മതപരിവർത്തനം നടത്തിയെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രതിഷേധമുണ്ടെങ്കിലും തൽക്കാലം നിയമ നടപടികൾക്കില്ല എന്നതാണ് സഭയുടെ നിലപാട്. ജാലേശ്വറിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇടുക്കി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് സമീപം ദുർഗന്ധം സഹിക്കവയ്യാതെ മൂക്കുപൊത്തി രോഗികളും കൂട്ടിരിപ്പുകാരും. കെട്ടിടത്തിന് മുന്നിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. രോഗികൾ ഉൾപ്പെടെ നടന്നു കയറുന്നത് മലിനജലം ചവിട്ടിയാണ്. 24 എക്സ്ക്ലൂസീവ്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന് മുൻപിലെ സെപ്റ്റിക് ടാങ്കാണ് ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത്. മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് പരിസരം. ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾ, കൂട്ടിരിപ്പുകാർ, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് മലിനജലം ചവിട്ടാതെ പോകാൻ കഴിയില്ല. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകുമല്ലേ. ഇവിടെയാണെങ്കിലും ഇവിടുത്തെ സ്ത്രീകളൊക്കെ തുണി ഉണങ്ങാനും അത് അലക്കി ഇവിടെ കൊണ്ടിടുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ആരും ഈ ഭാഗത്തേക്ക് വരുന്നേ ഇല്ല. കാരണം ഇത് ഭയങ്കര സ്മെല്ലായിട്ട്. അതുപോലെ തന്നെ ഇതിലെ താഴേക്ക് ഇറങ്ങാൻ ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. ഇപ്പം എല്ലാവരും മെയിൻ വഴിയെവിടെയാണ് പോകുന്നത്. കാരണം ഈ ഭാഗത്തേക്ക് വരാനേ കഴിയുന്നില്ല സ്മെല്ല് കാരണം. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കരാർ കമ്പനിയായ കിറ്റ്കോ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചത്. സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാത്തതാണ് പ്രതിസന്ധിയെന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. നമ്മൾ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ടും കിറ്റ്കോ എന്ന് പറഞ്ഞ കമ്പനി പണിത് തുടങ്ങിയിട്ടില്ല. അത് പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വേസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കിറ്റ്കോയുടെ ഭാഗത്തു നിന്നുള്ള ഈ മെല്ലെപ്പോക്ക് നയം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പര്യാപ്തമായ സെപ്റ്റിക് ടാങ്ക് അല്ല നിർമ്മിച്ചതെന്ന് ആദ്യം മുതൽ തന്നെ ആക്ഷേപമുയർന്നിരുന്നു. രാഹുൽ വിജയൻ, 24 ഇടുക്കി.
CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിന് വിമർശനം. യുവാക്കളുടെ അസാന്നിധ്യം ചൂണ്ടിക്കാണിച്ചാണ് AIYFന്റെ രൂക്ഷ വിമർശനം. AIYF യോഗങ്ങളിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്നില്ല എന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ഇത് പൊതുചർച്ചയിലെ വിമർശനമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ, ടോബി? ഉന്മേഷ, പൊതുചർച്ചയിലാണ് ഇപ്പോൾ ഈ വിമർശനം AIYFന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് അതിരൂക്ഷ വിമർശനമാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തിനെതിരെ AIYF ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിനുള്ള കാരണം ഇന്നലെ സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചിരുന്നു. അതിൽ AIYFന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ജില്ലയിൽ YF നടത്തുന്നില്ല. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ മാത്രമായി ഇവരുടെ പ്രവർത്തനം ഒതുങ്ങുന്നു എന്നൊരു വിമർശനം ഇന്നലത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇതിന് നൽകിയ ഈ പ്രവർത്തന റിപ്പോർട്ടിനാണ് മറുപടി നൽകിക്കൊണ്ടാണ് ഇന്ന് AIYF പ്രവർത്തകർ ഈ ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഈ വിമർശനം ഉന്നയിച്ചത്. പ്രസിഡീയത്തിൽ പോലും ഇരിക്കാൻ ഒരു യുവനേതാവില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടി ഒരു പ്രായമായവരുടെ പാർട്ടിയായി മാത്രം മാറും, ഒരു രണ്ടാം നിര ഉണ്ടാകില്ല എന്നുള്ളൊരു വിമർശനം മുന്നോട്ട് വെക്കുന്നു. പലപ്പോഴും CPI എന്ന് പറയുന്ന പാർട്ടി AIYFനെ ചിറകിനടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് പണപ്പിരിവിന് വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയായി CPI മാറുന്നു എന്നൊരു വിമർശനം കൂടി ഈ AIYF നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ്. ജില്ലാ സെക്രട്ടറി ഈ ക്യാമ്പയിനുകൾ AIYF നടത്തുന്ന ക്യാമ്പയിനുകളിൽ ഒന്നും തന്നെ പങ്കെടുക്കുന്നില്ല, യോഗങ്ങളിൽ പോലും പങ്കെടുക്കുന്നില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ചുരുക്കം ചില പരിപാടികളിൽ മാത്രമാണ് പങ്കെടുത്തത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ്. എന്തായാലും നേതൃത്വവും CPI ജില്ലാ നേതൃത്വവും YF-ഉം തമ്മിലുള്ള ആ ഒരു അകലിച്ച് അത് മറന്നേക്ക് പുറത്തു വരികയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. എന്നാൽ ഈ സമ്മേളനത്തിൽ അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് എമ്മിനെതിരായ വിമർശനങ്ങളിൽ CPIക്ക് മറുപടിയുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. LDFൽ കേരള കോൺഗ്രസിന്റെ ഇടം ചെറുതല്ലെന്ന് CPIയെ റോഷി അഗസ്റ്റിൻ ഓർമ്മിപ്പിച്ചു. കേരള കോൺഗ്രസ് അണികളിൽ ഭൂരിഭാഗവും UDF ക്യാമ്പിൽ തന്നെയെന്നായിരുന്നു CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിലെ വിമർശനം. CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ മറുപടി. LDFിലേക്കുള്ള പാർട്ടിയുടെ പ്രവേശനം മുന്നണിയെ ശക്തിപ്പെടുത്തിയത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി കേരള കോൺഗ്രസ് എമ്മിനെതിരായ വിധിയായി കണക്കാക്കേണ്ടെന്ന് റോഷി അഗസ്റ്റിൻ. അങ്ങനെ കാലാകാലങ്ങളിൽ പരാജയത്തിന്റെയോ വിജയത്തിന്റെയോ മാത്രം അവസ്ഥ സംജാതമാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമല്ല കേരളം. തെറ്റുകളുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തും. പാലായിൽ ജോസ് കെ മാണി അജയ നേതൃത്വമെന്ന് റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. പാർട്ടി ചെയർമാൻ ശക്തമാകേണ്ടതും ശക്തമാകുന്നതും പാലായെ നിലനിർത്തുന്നതും സ്വാഭാവികമായും മാണിസാറിന്റെ ഓർമ്മകളിൽ പാലായിൽ ഇന്നും ജോസ് കെ മാണിയുടെ പേരുണ്ടാവും. കേരള കോൺഗ്രസ് എം LDFിൽ തന്നെ തുടരുമെന്ന് ആവർത്തിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ UDF എന്തിന് പുറന്തള്ളിയെന്നത് ഇനിയും മനസ്സിലാകുന്നില്ല എന്ന് കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് വീട് യാഥാർത്ഥ്യമാകുന്നു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വീടിന് തറക്കല്ലിട്ടു. 3.5 മാസം കൊണ്ട് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ മേൽനോട്ടത്തിലാണ് വീട് നിർമ്മാണം. 20 ലക്ഷം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. 3.5 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും സമയബന്ധിതമായി ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്നും മന്ത്രി. ഏതാണ്ട് ഒരു 20 ലക്ഷം എന്നുള്ള നിലയിലാണ്. ഇതാണ് അതിൻ്റെ ഒരു സ്കെച്ച് എന്ന് പറയുന്നത്. ഒരു 3.5 മാസം കൊണ്ട് പൂർത്തീകരിക്കും. ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായങ്ങൾ സമയബന്ധിതമായി തന്നെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. വീട് മിഥുന്റെ സ്വപ്നവും ആഗ്രഹവുമായിരുന്നുവെന്ന പിതാവ് മനു. അവന് ഏറ്റവും വലിയ ആഗ്രഹം അതൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മളെ സഹായിക്കുക, അതായത് നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളൊരു ആഗ്രഹവും പുള്ളിക്കാരുണ്ട്. അത് നമ്മൾ മാക്സിമം നമ്മുടെ സർക്കാരായാലും ചെയ്തു തരുന്നുണ്ട് കാര്യങ്ങൾ. അവനിൽ കൂടി അത് കിട്ടുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ കുടുംബത്തിന് താമസിക്കാൻ സമീപത്ത് മറ്റൊരു വീട് സർക്കാർ എടുത്തു നൽകിയിട്ടുണ്ട്. 24 കൊല്ലം. രണ്ടാനച്ചൻ അയൺ ബോക്സ് കൊണ്ട് പൊള്ളിച്ച കൊല്ലം തെക്കും ഭാഗത്തെ 3ാം ക്ലാസ്സുകാരനെ വീട്ടിലെത്തിക്കണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. കുട്ടികളുടെ സംരക്ഷണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി പറഞ്ഞു. ഒരു കുഞ്ഞു പോലും അതിക്രമത്തിന് ഇരയാകാതിരിക്കാനുള്ള നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. 24 ആണ് ക്രൂര സംഭവം പുറം ലോകത്തെ അറിയിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ജനങ്ങളുടെ മേൽ അമിത ഭാരം ഏൽപ്പിക്കാൻ ആലോചിക്കുന്നില്ല. വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചെന്നും ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി 24നോട് പറഞ്ഞു.
നമ്മൾ ഈ ലോഡ് ഷെഡിങ് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇല്ല 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 അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇല്ല 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 അത് മേക്കപ്പ് ചെയ്യും. എങ്ങനെയാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ഏർപ്പാട് ഇതിൻ്റെ റെഗുലേറ്ററി കമ്മീഷൻ്റെ പെർമിഷൻ കിട്ടുന്നതാണ് വിശ്വാസം. വൈകുന്നേരം കൂട്ടാനുള്ള ഒരു നീക്കമൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചിട്ടില്ല. ഇല്ല ഇല്ല ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുണ്ടാവില്ല. ഉണ്ടായില്ല. ആശങ്ക വേണ്ട. ആശങ്ക വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രമുഖ ബിൽഡേഴ്സ് ശോഭ ലിമിറ്റഡിന്റെ മാട്രസ് ഡിവിഷനായ ശോഭ റെസ്റ്റോ പ്ലസ് ഓണം പ്രമാണിച്ച് പുതിയ മാട്രസുകൾ വിപണിയിലെത്തിച്ചു. ജർമ്മൻ, അമേരിക്കൻ, സ്വിസ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത മാട്രസ് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ചതാണെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ 70-ൽ പരം ക്വാളിറ്റി ടെസ്റ്റുകൾ നടത്തി ശോഭയുടെ സ്വന്തം സ്ലീപ്പ് ലാബിൽ പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ശോഭ റെസ്റ്റോ പ്ലസ് വിപണിയിൽ ഇറക്കുന്നത്. ജർമ്മൻ അമേരിക്കൻ ടെക്നോളജി ഉപയോഗിച്ച് മിഷനറി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മാട്രസാണ്. ഏറ്റവും നല്ല രീതിയിലുള്ള ക്വാളിറ്റി മാട്രസ് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ശോഭ റെസ്റ്റോ പ്ലസ് മാട്രസ് കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് നമ്മൾ പ്രോഡക്റ്റായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഈ ഓണത്തിന് സുഖമുള്ള ഉറക്കം വാഗ്ദാനം ചെയ്യുന്ന പുതിയ 5 വ്യത്യസ്ത തരത്തിലുള്ള മാട്രസുകളുടെ ലോഞ്ചിങ്ങും നടന്നു. ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ തന്നെ 4 പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ആൾക്കാരുടെ ആവശ്യപ്രകാരം കുറച്ച് സ്പെഷ്യലൈസ്ഡ് പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യാണ്. അത് ഓർത്തോപെഡിക് മാട്രസിൻ്റെ, ലാറ്റക്സ് മാട്രസസിൻ്റെ, സ്പ്രിംഗ് മാട്രസിൻ്റെ. ഇതുകൊണ്ട് ആൾക്കാർക്ക് നന്നായിട്ട് സുഖമായി ഉറങ്ങാൻ പറ്റും. കേരളത്തിലെ പ്രമുഖ വിതരണക്കാരുടെ സാന്നിധ്യത്തിലായിരുന്നു പുതിയ പ്രൊഡക്റ്റുകളുടെ അവതരണം. കേരളത്തിൽ ഉടനീളം ഉപഭോക്താക്കൾക്കും വിതരണക്കാർക്കും മാട്രസുകൾ നേരിട്ട് അനുഭവിച്ചറിയാനായി വൻ ക്യാമ്പയിനും തുടക്കം കുറിച്ചു. ശോഭ റെസ്റ്റോ പ്ലസ് ജനറൽ മാനേജർ ജിതേഷ് നായർ, ശോഭ റെസ്റ്റോ പ്ലസ് കേരള സ്റ്റേറ്റ് ഹെഡ് വിപിൻ കുമാർ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 കൊച്ചി. ഇന്റർനാഷണൽ ഗ്ലാമർ പ്രൊജക്ട് 2025 കിരീട നേട്ടവുമായി തിരുവനന്തപുരം സ്വദേശി തനിഷ്ക. മുംബൈയിൽ നടന്ന ടീൻ ഇന്ത്യ പ്രൊജക്ടിൽ 5000-ലേറെ മത്സരാർത്ഥികൾ പങ്കെടുത്തു. വയസ്സാണ് തനിഷ്കയുടെ പ്രായം. ആക്കുളം MGM ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഇന്റർനാഷണൽ ഗ്ലാമർ പ്രൊജക്ട് 2025-ലെ 3ാം സ്ഥാനക്കാരിയാണ് ഇന്നീ പെൺകുട്ടി. ഒപ്പം മിസ് ഗ്ലാമറസ് പീപ്പിൾ ചോയ്സ് ടൈറ്റിലും തനിഷ്കയ്ക്കൊപ്പം തിരുവനന്തപുരത്തേക്ക്. ആത്മവിശ്വാസവും ഫാഷൻ വേദികളോടുള്ള താല്പര്യവുമാണ് തനിഷ്കയെ മുംബൈയിലെ ഇന്റർനാഷണൽ വേദി വരെ എത്തിച്ചത്. ലോകസുന്ദരിയാകണമെന്ന അച്ഛന്റെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. അച്ഛൻ കുട്ടിക്കാലത്ത് പാടിത്തന്ന താരാട്ടുപാട്ടിലെ വരികളാണ് കരുത്ത്. ഞാൻ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ ഇന്റർനാഷണൽ ഗ്ലാമർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയത്. ഇനി നെക്സ്റ്റ് ടൈം ഞാൻ മിസ് വേൾഡിനായിരിക്കും. ഫാഷൻ വേദികളോട് താല്പര്യമുള്ള അമ്മയും തനിഷ്കയ്ക്ക് വഴികാട്ടിയായുണ്ട്. മത്സരം ശക്തമായിരുന്ന ഗ്ലാമറസ് പ്രൊജക്ടിലെ വിജയം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അമ്മ പ്രവീണ സിജിത്ത് പറയുന്നു. I had expectations. I thought she'll do well. അപ്പം അങ്ങനെ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ഷീ ഡിഡ് എ വെരി ഗുഡ് ജോബ് ആക്ച്വലി. അവളുടെ ഡ്രീം അവളുടെ പാഷനാണ്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് എൻ്റെ ആഗ്രഹം അനുസരിച്ചല്ല അവൾ പോകുന്നത്. അവൾക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നു, ഞാൻ അവൾക്ക് സപ്പോർട്ട് ചെയ്തു. ഇവിടെ തീരുന്നില്ല തനിഷ്കയുടെ സ്വപ്നങ്ങൾ. ലോകസുന്ദരിയാകണമെന്നാണ് ആഗ്രഹം. അതിനായി കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. പഠനത്തോടൊപ്പം ആഗ്രഹങ്ങളും കൈപ്പിടിയിലാക്കാമെന്ന് ഈ 10ാം ക്ലാസ്സുകാരി പ്രതീക്ഷിക്കുന്നു. 24 തിരുവനന്തപുരം. ഷോക്കേറ്റ് വീണ് പിടഞ്ഞ കാക്കയ്ക്ക് പുതുജീവൻ നൽകിയ എറണാകുളം നെല്ലിക്കുഴി സ്വദേശി പരീത്. ഇന്നലെ പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് പരീതിന്റെ മുന്നിലേക്ക് വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കാക്ക വീണത്. രാവിലെ കോതമംഗലം നെല്ലിക്കുഴി കമ്പനിപ്പടി മസ്ജിദിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് തൊട്ടടുത്ത ട്രാൻസ്ഫോമറിൽ നിന്ന് കാക്ക ഇലക്ട്രിക് ഷോക്കേറ്റ് പരീതിന്റെ മുന്നിലേക്ക് വീണത്. ശ്വാസം മുട്ടി അനക്കമില്ലാതായി പോയ കാക്കയെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ പരീതിന് മനസ്സ് വന്നില്ല. ഞങ്ങളെല്ലാവരും സൗഹൃദ കൂട്ടായ്മയുണ്ട്. അവിടെ വന്ന് ചായ കുടിച്ചിരിക്കുന്ന സമയത്താണ് തൊട്ട് മുമ്പിലുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു പക്ഷി തെറിച്ചു വീഴുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ
ആദ്യം അത്ര മൈൻഡ് ചെയ്തില്ല, എഴുന്നേറ്റ് പോകുമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് എഴുന്നേറ്റ് പോകാതായപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ പക്ഷി കിടഞ്ഞ് അബോധാവസ്ഥയിലെ ഒരു കണ്ടീഷനിൽ കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അതിനെ എടുത്തു പിടിച്ച് CPR കൊടുത്തു. പരീതിന്റെ നല്ല പ്രവൃത്തി കണ്ട് സമീപത്തുണ്ടായിരുന്ന ആരോ ഒരാളാണ് ഈ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിയത്. കാക്കയ്ക്ക് പറക്കാനാകുമെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പരീത് വീട്ടിലേക്ക് മടങ്ങിയത്. 24 കൊച്ചി. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ.